കഥ സ്നേഹപൂർവം അമ്മയ്ക്കായി. രചന സാനോ സനോജ്. അവതരണം ദിവ്യ വിനോദ്. അവൾ മൊബൈൽ ഫോണുമെടുത്ത് ഉമ്മറത്തെ കസാരയിൽ ചാരിയിരുന്നു. അലസമായിരുന്ന അവസ്ഥയിൽ അവൾ പെട്ടെന്ന് അമ്മയെ ഓർത്തു. കുട്ടിക്കാലം, അമ്മയുടെ സ്നേഹം, കരുതൽ എല്ലാം ഒരു സിനിമ പോലെ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഒരു വിങ്ങൽ അവളിൽ നിറഞ്ഞു. മൊബൈൽ ഫോൺ എടുത്ത് അവൾ ഫേസ്ബുക്ക് തുറന്നു. ഫോണിലെ ഫോട്ടോ ശേഖരത്തിൽ നിന്നും താനും അമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്തു. അമ്മയാണ് എനിക്കെല്ലാം. ഐ മിസ് യു അമ്മ. സ്നേഹപൂർവം. ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് അമേരിക്കയിൽ തൻ്റെ വില്ലയിൽ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ തീയും കാഞ്ഞ് കട്ടൻ ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് അയാൾ തൻ്റെ സഹോദരിയുടെ പോസ്റ്റ് കണ്ടത്. ചെറുപ്പകാലത്തിൽ അമ്മയ്ക്ക് ചുറ്റുമായിരുന്ന തൻ്റെ ലോകവും അമ്മ പകർന്ന സ്നേഹവാത്സല്യങ്ങളും അയാളുടെ സ്മൃതിയിൽ തെളിഞ്ഞു. ഒരു ഗദ്ഗതം അയാളിൽ നിറഞ്ഞു. സഹോദരിയുടെ പോസ്റ്റിൽ ലവ് ചിഹ്നത്താൽ ലൈക്ക് രേഖപ്പെടുത്തിയിട്ട് അയാൾ വികാരക്ഷുബ്ധനായി കമൻ്റ് എഴുതി. അമ്മയാണ് എൻ്റെ നേട്ടങ്ങൾക്കെല്ലാം കാരണം. ഐ റിയലി മിസ് യു അമ്മ. ജർമ്മനിയിൽ തൻ്റെ സ്ഥാപനത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അവൾ ഫേസ്ബുക്കിലെ തൻ്റെ സഹോദരങ്ങളുടെ പോസ്റ്റ് കണ്ടത്. ഫോട്ടോയിൽ തെളിഞ്ഞ അമ്മയുടെ മുഖവും സഹോദരങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും അവളുടെ മനസ്സിനെ ആട്ടിയുലച്ചു. ഒരു കരച്ചിൽ അവളിൽ ഉദിച്ചു. ലവ് ചിഹ്നം രേഖപ്പെടുത്തിയിട്ട് അവൾ തൻ്റെ സങ്കടം നിയന്ത്രിച്ച് കമൻ്റ് എഴുതി. അമ്മയോടൊപ്പം ആ കുഞ്ഞു പെണ്ണായി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഐ റിയലി മിസ് യു വെരി മച്ച് അമ്മ. കുറച്ചു കഴിഞ്ഞ് ആ പോസ്റ്റിൽ ആയിരക്കണക്കിന് ലൈക്കും കമൻറ്റും. ആ അമ്മ തൻ്റെ ഫോണിൽ ഫേസ്ബുക്കിൽ അതെല്ലാം വായിച്ചു. ഉള്ളിലൊരു വിങ്ങലായി. തൻ്റെ മക്കൾ തനിക്കായി കുറിച്ചുവച്ച വരികളെല്ലാം തന്നെ വായിച്ച് ആനന്ദചിത്തയായി. തൻ്റെ വിറയലാർന്ന വിരലുകളാൽ അവർ തൻ്റെ കമൻ്റ് ടൈപ്പ് ചെയ്ത് ചേർത്തു. താങ്ക് യു മൈ ഡിയർ മക്കളെ. താങ്ക് യു ഓൾ ഫ്രണ്ട്സ്. അനന്തരം ഫേസ്ബുക്ക് അടച്ച് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ആ അമ്മ വൃദ്ധസദനത്തിലെ തൻ്റെ കട്ടിലിൽ തൻ്റെ പഴയ ഓർമ്മകൾ ഓർത്തു കിടന്നു. അപ്പോഴും ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു.